എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഉംറ കർമ്മം കഴിഞ്ഞ് ഈ വിശുദ്ധ ഭൂമിയിൽ ദിവസങ്ങൾ താമസിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരവസരത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നാം ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ മായ്ക്കപ്പെടാനും ഉള്ളതാണ്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള അതിനിടയിലുള്ള പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, പൊറുപ്പിക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നിവിടെ വന്നു നോക്കിയാൽ ഉംറ ഗ്രൂപ്പുകൾ ഒരുപാട് ലോകത്തിന്റെ നാനാഭാഗത്തും വരികയും വമ്പിച്ച തിക്കും തിരക്കും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഇബാദത്ത് എന്നതിലപ്പുറം പലപ്പോഴും ഇന്നൊരു ടൂറായി ഉംറ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. ഞാൻ പറയാതെ തന്നെ ആളുകൾ അവിടുന്ന് ഫോട്ടോ എടുക്കുക, ഇവിടുന്ന് ഫോട്ടോ എടുക്കുക, അല്ലേ, അണിഞ്ഞൊരുങ്ങിയിട്ട് ഫോട്ടോ, കയ്യിങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ, വന്ന പാടെ നല്ലൊരു മൊബൈലും കൊടുക്കും കുടുംബക്കാരാരെങ്കിലും വന്നിട്ട്. അതോടുകൂടി ഇവിടുത്തെ ഇബാദത്തിന്റെ ചിന്ത അവർക്ക് വിട്ടു. പിന്നെ ഓനെ വിളിച്ച് മറ്റോനെ വിളിച്ച് ഫോൺ തന്നെ ആകെ 4 ദിവസം ഉണ്ടാകുക. ഈ 4 ദിവസം ഫോണുമലായിരിക്കും അധിക നേരം. എത്രയോ മണിക്കൂറുകൾ ആളുകൾ ഫോണിനാ ചെലവഴിക്കുന്നത്. ആകെ 15 ദിവസത്തിനല്ലേ. ഫോണങ്ങ് ഓഫാക്കി ഇരുന്നാൽ ഒന്നും വരില്ല. ചിലവർ ഇവിടെ ഇരുന്നിട്ട് കച്ചവടം നിയന്ത്രിക്കുക. അല്ലോടെ ഇറക്കിയില്ലേ, മറ്റേ കൊടുത്തില്ലേ, അത് വാങ്ങണേ, ഇത് വെക്കണേ. ഇവൻ മരിച്ചാൽ എന്താ ചെയ്യുക? അപ്പൊ ഒരു ഇബാദത്തിന് വേണ്ടി മനസ്സൊഴിഞ്ഞിരിക്കുക എന്ന ഒരു ചിന്ത ആളുകൾക്ക് പലപ്പോഴും വരുന്നില്ല. മക്ക എന്ന പുണ്യഭൂമിയിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ വാട്സപ്പ് അങ്ങിട്ടയക്കലും മറ്റത് ഇങ്ങിട്ടയക്കലും അത് ഡൗൺലോഡ് ചെയ്യലും ഈ കളിയല്ലത്. ഈ സാധനം ഉണ്ടല്ലോ, നല്ല സാധനമാണ് ഫോണ്. ആളുകളായിട്ട് ബന്ധപ്പെടാനും എവിടെ പോയാലും വഴി ചോദിക്കാനും ഒക്കെ നല്ലതാ. പക്ഷേ നമ്മുടെ ഒരുപാട് നന്മകളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഷവാഗിൽ എന്ന് പറയും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് ഉംറക്ക് വരുന്ന ആളുകളോട് വന്ന ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഇബാദത്തിനാ വന്നിരിക്കുന്നത്. നിങ്ങൾ കുടുംബക്കാരെ തക്കാരത്തിന് വന്നതല്ല. നിങ്ങൾ എല്ലാവരും ഫോൺ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തി, ഇവിടെ എത്തി, ഞാൻ ഇപ്പൊ കഅബ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പം ഇപ്പുറത്തുള്ളത്, ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറയാനുള്ളതല്ല, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. അതുകൊണ്ട് ടൂർ എന്ന പല ഗ്രൂപ്പുകളുടെ പേര് തന്നെ അതാണല്ലോ. ട്രാവൽസുകളുടെ പേരിലാണല്ലോ വരിക. ട്രാവൽസ് ആൻഡ് ടൂർസ് ആണ്, ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഹജ്ജും ഉംറയും ഒന്നും ഒരു ടൂറല്ല, സിയാഹ അല്ല, മറിച്ച് ഇബാദത്താണ് എന്ന ചിന്ത അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുമാണ്. അപ്പോഴേ ഉംറ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാപമോചനം നമുക്ക് ലഭിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ള കാര്യമാണ്, ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കണം. നമ്മൾ എന്തിനാ അവിടെ വന്നത് അത് ഓരോ നിമിഷം ആലോചിക്കണം. നമ്മളിങ്ങനെ തക്കം കിട്ടിയാലൊക്കെ എല്ലാ മാർക്കറ്റിൽ കൂടിയും പോയി ഹായ് അത് കണ്ട് ഹായ് ഇത് വാങ്ങല്ലേ, മറ്റത് വാങ്ങല്ലേ, വന്നപാട് തുടങ്ങി പെട്ടി നറക്കല്. എത്ര കിലോ കൊണ്ടുപോകാൻ പറ്റും, എവിടുന്നാ കാർട്ടൂൺ കിട്ടുക, ഇതെന്നെ പണി. ഇവിടെ ആകെ വന്നത് ഇപ്പത് കൊണ്ടുപോകാനാ തോന്നും. മനസ്സിലായില്ലേ? ആളുകൾ എന്നിട്ട് ഇങ്ങനെ പല അമ്മായിൻ്റെ ഒട്ടി കൊടുക്കുന്നവർക്കും മറ്റൊരു കൊടുക്കുന്നവർക്കും എല്ലാവരും കൊടുന്നിടത്ത് കെട്ടിപ്പേറി പോവാണ്. ആകെ അവന്റെ ചിന്ത മുഴുവൻ ഇപ്പൊ കേടുവരാതെ അവിടെ എത്തോ, മറ്റത് ഓൾക്ക് കിട്ടോ, മറ്റേ പെണ്ണ് കിട്ടോ, ഓന് കൊണ്ടില്ലല്ലോ കിട്ടി, ആകെ പോകുന്നതിനെ ഞാൻ തോന്നുന്നു. ഉംറക്ക് വരുമ്പോ ഉംറ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പറഞ്ഞെടുക്കേണ്ട കാര്യമാണ്, നിങ്ങൾ സാധനം കൊണ്ടുവരാനല്ല പോണത്. ആർക്കും സാധനം കൊണ്ടുവരാൻ ഏറ്റു പോരും വേണ്ട. ഭാര്യക്കായാലും മക്കൾക്കായാലും അനുജനായാലും ആർക്കായാലും ഞാനൊന്നും കൊണ്ടുവരാൻ പോണല്ല. എല്ലാ സാധനവും നാട്ടിൽ കിട്ടുന്ന സാധനം, ഏറ്റവും ലോക്കൽ സാധനമാണ് ഇവിടെ ഉണ്ടാകുക. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചീപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആളെ പറ്റിക്കണം. ഇന്ന് കണ്ടോനെ നാളെ കാണൂല്ലോ. ഇത് സാധനം നിങ്ങൾ പറഞ്ഞ വാശി ഇത് നടക്കണില്ലല്ലോ, അല്ല ഇതിന്റെ ഇത് പോയല്ലോ എന്നൊന്നും പറയുന്ന പോലെ കാണൂല്ലോ, ഒരിക്കലും കാണൂല. അവിടെ ആരെയും പറ്റിക്കാവുന്ന ഒരു കച്ചവട മനസ്ഥിതി അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോരുമ്പോൾ ആളുകളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നമ്മൾ സാധനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നവരല്ല, നമ്മൾ ഇബാദത്തിന് പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു തരണം. ആ പാപഭാരം പേറി പാപഭാരം അള്ളാഹുവിന്റെ അടുത്ത് ഇറക്കി വെച്ച്
ഇനിയൊരു പുതിയ ജീവിതത്തിന്റെ പേജ് തുറക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ 60,000 65,000 പോയി എന്നല്ലാതെ, നിങ്ങൾക്കൊരു ടൂറ് കിട്ടി എന്നല്ലാതെ വേറൊരു കാര്യം അതുകൊണ്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇബാദത്ത് എന്ന ചിന്ത അങ്ങ് നിങ്ങോളം നമുക്കുണ്ടാകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. നമുക്ക് ആ നിലക്ക് ചിന്തിക്കാവുന്ന ഒരു സംഗതിയാണ്. മനുഷ്യരായ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നവരാണ്, അറിഞ്ഞും അറിയാതെയും. ആദം നബി അലൈഹി സ്വലാമിന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് സ്വർഗത്തിലാക്കിയത്. ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും സൗകര്യപ്രദമായി ജീവിക്കാനും സ്വർഗത്തിൽ സൗകര്യമുണ്ട്. എന്നിട്ടും ഒരു മരത്തിന്റെ കനി മാത്രമേ തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഒന്നും കിട്ടാതെ വിശന്ന് വലഞ്ഞിട്ടാണോ ആദം നബി ആ മരത്തിന്റെ കനിയുന്നത്? ആണോ? അല്ലല്ലോ. ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുണ്ട്. എന്നിട്ടും ആ വിലക്കപ്പെട്ട കനി ശൈത്താൻ അദ്ദേഹത്തെ കൊണ്ട് തീറ്റിച്ചു. അദ്ദേഹത്തെയും ഭാര്യയും ദുർബന്ധത്തിൽപ്പെടുത്തി. ഇത് ശൈത്താന്റെ പണിയാണ്. അവിടുന്ന് അല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദമിന്റെ മക്കളെ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ 2 മാതാപിതാക്കളെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. അപ്പൊ ആ ഒരു ജാഗ്രത എപ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മനസ്സിൽ വേണം. നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും മലക്കിൽപ്പെട്ട ഒരു കരീനും ശൈത്താനിൽപ്പെട്ട ഒരു കരീനും നമ്മുടെ കൂടെയുണ്ട്. കരീൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ടുകാരനാണ്. ആ ശൈത്താൻ നമ്മൾക്ക് എപ്പോഴും ദുർബോധനം നൽകിക്കൊണ്ടേയിരിക്കും. ഏത് മക്കത്ത് വന്നാലും ഹറമിൽ വന്നാലും ഒന്നും മൂപ്പര് നമ്മൾ വേറിടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇബാദത്ത് എന്ന ചിന്ത മാറ്റി നമുക്ക് വേറെ പല ചിന്തയിലേക്കും കൊണ്ടുപോകുന്നത് ശൈത്താനാണ്. അപ്പൊ ഇബാദത്തിന്റെ ചിന്ത അതായിരിക്കണം പോകുന്നത് വരെ. ഇവിടുത്തെ പളവളപ്പുകളോ ഇവിടുത്തെ കച്ചവടങ്ങളോ ഇവിടുത്തെ ബസ്സോ ഇവിടുത്തെ കാറോ ഇതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ നോക്കി ആയ് ആയ് അതിങ്ങനെ ഇവിടെ ഇപ്പൊ ഒരു സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ മക്കല്ലത്, ഇന്നൊരു മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറിക്കൊണ്ട്. ഇതിന്റെ പരിസരങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം നിങ്ങൾ. വലിയ വലിയ ഇപ്പൊ ഈ ഹോട്ടലിൽ എത്ര വലുതാ, ഒരു നിലയിൽ തന്നെ എത്ര റൂമാ, എന്തെല്ലാം സൗകര്യങ്ങളാ, അല്ലേ? അപ്പൊ അതാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആളുകൾക്ക് വരുമ്പോ ഒരു വലിയ സിറ്റിയിൽ, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വന്ന അനുഭവം ആളുകൾക്ക് ഉണ്ടാകുക. സിറ്റി കണ്ടാസ്വദിക്കാൻ കുറെ ആളുകൾ അങ്ങനെ, വേറെ കുറെ ആളുകൾ ഇവിടെ അവിടുത്തെ ആ മല കയറും, ഈ മല കയറും, അവിടുത്തെ മണ്ണ് കുറച്ച് കൊണ്ടുപോകും, ഇവിടുത്തെ കല്ല് കുറച്ചെടുക്കും, ഇവിടുത്തെ പ്രാവുകൾക്ക് കൊണ്ടാൻ വേണ്ടി അരി കൊണ്ടുവന്നുണ്ടാവും ചിലവര്, അല്ലേ? മക്കത്തെ പ്രാവുകൾക്ക് ഗോതമ്പ് കൊടുക്കുക, മക്കത്തെ പ്രാവിന് അരി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ഇബാദത്താന്ന് വിചാരിച്ചിട്ട്, അല്ലേ? അതെന്നെ അവിടെ പൊറുക്കി കൂട്ടും, എന്നിട്ട് ചാക്കിലാക്കി പിന്നെയും 2 റിയാൽ തരും, അതും കൊണ്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് വലിയ ഇബാദത്ത് എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇബാദത്ത് എന്ന ചിന്തയിലല്ലാതെ നമ്മൾ മക്കയിലും മദീനത്തും ഈ പുണ്യഭൂമിയിലൊക്കെ ജീവിച്ചാൽ ഒരു കാര്യം നമുക്ക് കിട്ടൂല. മക്കയുടെ ശ്രേഷ്ഠതകൾ തന്നെ പലർക്കും അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണ് മക്കയുടെ പവിത്രതകൾ എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ ഇബാദത്തുകൾക്ക് വലിയ പുണ്യമാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിനാണ് പുണ്യം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമസ്കാരത്തിന് നമ്മുടെ നാട്ടിലൊരു പള്ളി നിസ്കരിക്കുന്നതിന്റെ 1,00,000 ഇരട്ടി പ്രതിഫലമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ തിന്മകൾക്ക് നേരെ ഡൗണായി വരും ചെയ്യും. തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയാണ്. പുണ്യസ്ഥലത്ത് വെച്ച് തിന്മ ചെയ്താൽ തിന്മയുടെ കുറ്റം മാത്രമല്ല, ഒരു പുണ്യഭൂമിയുടെ പവിത്രത ലംഘിച്ച കുറ്റം കൂടി അയാൾക്കുണ്ടാകും. മതവിരോധമായിട്ടുള്ള വല്ല കാര്യങ്ങളും ഇവിടെ വെച്ച് ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ നാം അനുഭവിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ മതവിരോധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പാടില്ല. എത്ര തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ള സൗകര്യങ്ങളുള്ള അവസരം, ആണും പെണ്ണും ഇത്രയേറെ കൂടിക്കലരുന്ന രംഗങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല, അല്ലേ? ഇതൊരു പരീക്ഷണം. നല്ല നല്ല സുന്ദരികളായ പെണ്ണുങ്ങൾ, അപ്പൊ പുരുഷന്മാരെ അവരെ നോക്കി രസിച്ചാൽ, നല്ല നല്ല സുന്ദരന്മാരായ ആണുങ്ങൾ, ആ പെണ്ണുങ്ങൾ അവരെ നോക്കി രസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇബാദത്ത് പോയില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല പരീക്ഷണം. തവാഫിലായാലും എവിടെയായാലും, മദീനത്തൊക്കെ കുറച്ചുകൂടി വേർതിരിക്കാൻ കഴിയും. ഇവിടെ 4 ഭാഗത്തുനിന്നും തവാഫ്, 4 ഭാഗത്തുനിന്നും ആള് വരുന്നതുകൊണ്ട് ഇവിടെ വേർതിരിക്കൽ വളരെ പ്രയാസം. ഇത്ര വേർതിരിച്ചാൽ ആളുകളോട്ട് മാറൂല്ല. മനസ്സിലായില്ലേ? സഫ് നിൽക്കുന്നോ കണ്ടിട്ടില്ല നിങ്ങള്? പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പറഞ്ഞാൽ ചില ആണുങ്ങളെപ്പം ഇരിക്കുള്ളൂ, ഭാര്യ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ സുജൂദ് ചെയ്യുമ്പോ മുമ്പിൽ സ്ത്രീ ആയിരിക്കും ചിലപ്പോൾ. എന്തൊരു ഫിത്തനെന്ന് ആലോചിച്ച് നോക്കുങ്ങള്. നിസ്കാരത്തിന്റെ ചിന്ത തന്നെ പോയി പോവില്ലേ?
അപ്പൊ അതൊക്കെ സൂക്ഷിക്കണം. നമ്മളെ സൂക്ഷിക്കുക. അതൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നല്ല. മുമ്പിൽ പെണ്ണുണ്ട്, അവിടുന്ന് മാറിപ്പോവുക. മനസ്സിലായില്ലേ? ഒരു പെണ്ണിന് സ്പർശിക്കേണ്ട തിരക്കുള്ള പെണ്ണുങ്ങൾ തിരക്ക് വന്നാൽ കുറച്ച് മാറി നിൽക്കുക. നമ്മളെ സൂക്ഷിക്കുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. വലിയ പരീക്ഷണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉംറ ചെയ്ത് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മുക്തമായി തിരിച്ചു പോവുക എന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾ പൊറുക്കപ്പെട്ട് ഇനി മുതൽ നമുക്കൊരു നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഉംറ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ അതാണ്. ഒരു പശ്ചാത്താപത്തിന് വേണ്ടിയായി 10-65,000 ഉറുപ്പ്യ ചെലവാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നത്, അല്ലെ? പാപമോചനം ലഭിച്ച് പരിശുദ്ധരായി തിരിച്ചു പോകാൻ. അത് നമുക്കുണ്ടാകണമെങ്കിൽ തൗബ എല്ലാ കാലത്തും നമ്മൾ നിർവഹിക്കേണ്ട സംഗതിയാണ്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി ഫസ്തഗ്ഫിറൂഹു. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100ഓളം തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു തെറ്റും സംഭവിക്കാത്ത, തെറ്റുകൾ പറ്റുന്ന രംഗം വരുമ്പോ അള്ള കാക്കും. നമുക്ക് പിന്നെ അങ്ങനെ കാവലില്ലല്ലോ. മഅസൂം എന്നാണ് പറയാം. എന്താ മഅസൂം എന്ന് പറഞ്ഞാൽ? പാപങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുന്ന ദേഹമാണ് അദ്ദേഹം. എന്നിട്ട് ആ റസൂല് പോലും 100ഓളം തവണ ഒരു ദിവസം തൗബയും ഇസ്തിഗ്ഫാറും ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ചെയ്യേണ്ട സംഗതി. അപ്പൊ എല്ലാ കാലത്തും നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പശ്ചാത്താപം എന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് പലരും പല കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. മോൾക്ക് കെട്ട് വന്നിട്ടില്ലട്ടോ, 26 വയസ്സായി, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഉത്തരം കിട്ടുന്ന സ്ഥലത്തുനിന്ന്, അല്ലേ? നമ്മളെ പൊരന്ന് നന്നാക്കണം. എത്ര എല്ലാവരും പൊരയും വാർത്തി, നമ്മളെ പലപ്പോഴും പഴയ ഓടുവരെയാണ്, അതൊന്ന് നന്നാക്കാൻ. അങ്ങനെ ദുന്യവിയായ പല ആവശ്യങ്ങളും നമ്മൾ ചോദിക്കുകയും അതിനുവേണ്ടി ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകേണ്ട സംഗതി ദുനിയാവ് മാത്രമല്ല നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ഇപ്പൊ ഇവിടുന്ന് മരിച്ചാലും പോകുന്നതിനിടക്ക് മരിച്ചാലും നമുക്ക് സ്വർഗം കിട്ടണം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്ത് പോകാൻ പാടില്ല. ഈ ഒരു ചിന്തയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ചുണ്ടാകേണ്ടത്. അത് ഇവിടെ തന്നെ ചോദിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? ഉത്തരം കിട്ടുന്ന സമയങ്ങളും ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ്, അല്ലാഹുവേ, കഴിഞ്ഞകാല പാപങ്ങളൊക്കെ പൊറുത്ത് എന്നെ സ്വർഗപ്രാപ്തനാക്കണേ, സ്വർഗത്തിനുള്ള യോഗ്യത എനിക്ക് നൽകണേ. നമ്മളൊക്കെ വിചാരിക്കും ഞാനൊക്കെ എന്താണ് ഇപ്പൊ ഇത്ര തെറ്റിയത്. കാരണം നമ്മൾ ചിന്തിക്കുക എന്താ, നാട്ടിലെ ഏറ്റവും അലവലാദിനെ കുറിച്ച് ആലോചിക്കുക, ഓനെക്കാളൊക്കെ എത്ര മെച്ചാ ഞാൻ, അല്ലെ? ഏറ്റവും വൃത്തികെട്ട താന്തോന്നിയായ തമ്മാടിയായ ആളെ കുറിച്ച്, അല്ലെ? അതുപോലെയല്ല, അതിനേക്കാളൊക്കെ എത്രയോ മെച്ചല്ലേ ഞാൻ എന്ന് നമുക്ക് നമ്മളെ പറ്റി ഒരു മതിപ്പാണ്. ഞാൻ തരക്കേടില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനൊക്കെ സ്വർഗത്ത് പോകാൻ കുറച്ചൊക്കെ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കുറെ നന്മയല്ലേ ചെയ്യുന്നത് എന്ന് സ്വന്തത്തെക്കുറിച്ച് നമുക്കൊരു മതിപ്പ്, അതന്നെ നമ്മളെ നാശത്തിന്റെ കാരണമാണ്. അത് ശൈത്താൻ ഉണ്ടാക്കുന്ന ഇജാബു ബിൻ നഫ്സ്, സ്വന്തത്തെക്കുറിച്ച് മതിപ്പ് വളർത്തുക, തരക്കേടില്ല എന്ന ചിന്ത ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റാണെന്ന് ശരിയാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ തെറ്റായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും പല തെറ്റും ചെയ്യുന്നത്. എന്നാലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടണമെന്ന ചിന്ത നമുക്കുണ്ടാവണം. അപ്പൊ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്, വെള്ളിയാഴ്ച ജുമയെക്കുറിച്ച് പറഞ്ഞിടത്ത്, റമളാനെ കുറിച്ച് പറഞ്ഞിടത്ത് ഒക്കെ പറഞ്ഞത് പാപമോചനാണ്, അല്ലേ? അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ. മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ആ കണ്ടീഷൻ പലർക്കും അറിഞ്ഞില്ല, ഇത് എല്ലാവർക്കും അറിയും. ഇദജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ പാടെ ഉപേക്ഷിക്കപ്പെട്ടാൽ, വൻ പാപങ്ങൾ സംഭവിച്ചാൽ അതൊരിക്കലും ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കൂല. ഹജ്ജ് കൊണ്ടോ ഉംറ നിസ്കാരം കൊണ്ടോ ജുമ കൊണ്ടോ റമളാൻ കൊണ്ടോ പൊറുക്കൂല. ചില ആളൊക്കെ പോയി ഉംറയ്ക്ക് ഇടക്കിടക്ക് വരും. എന്താ വെച്ചാൽ ഒരുപാട് തെമ്മാടുത്തം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇടക്കിടക്ക് വന്ന് ലൈസൻസ് പുതുക്കി പോവുക. കാറിന് മറ്റൊക്കെ ലൈസൻസ് പുതുക്കുന്നില്ലേ എന്നതുപോലെ ഹറാമായി കുറെ സമ്പാദിക്കുന്നുണ്ട്, കുറെ ഹറാമുകളിലൂടെ വലിച്ചു കൂട്ടുന്നുണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ടൊന്ന് പറന്ന് ഇവിടെ നിന്നുണ്ട്, കഅബത്തിൽ വന്നുണ്ട്, ഉംറക്കണി ചെയ്ത് അതൊക്കെ കഴുകി പോകുന്ന വിചാരം ഒന്നും പോവില്ല. വൻ പാപങ്ങൾ ഒരിക്കലും ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കൂല.
വൻപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആ വൻപാപം അവസാനിപ്പിച്ച് അതിൽ നിന്ന് തൗബ ചെയ്തിട്ട് അള്ളാഹ് തൗബ സ്വീകരിക്കണം. മനസ്സിലായില്ലേ? 7 വൻപാപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, അത് പാടവർജിക്കണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചപ്പോൾ റസൂൽ എണ്ണിക്കൊടുത്തു. അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിന് ശിർക്ക് വെക്കലാണ്. വസ്സഹ്റു, മാരണം ചെയ്യലാണ്, കൂടോത്രം, അല്ലേ, ഇസ്മിന്റെ പണി എന്നൊക്കെ പറഞ്ഞേ പല പണിയുണ്ടല്ലോ. ആളുകൾ ദ്രോഹിക്കാൻ വേണ്ടി ക്ഷുദ്ര പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ വൻ പാപമാണ്. മനുഷ്യനെ കൊല്ലല്, യത്തീമിന്റെ ധനം അന്യായമായി തിന്നല്, പലിശ തിന്നല്, യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടല്, നല്ല പെണ്ണുങ്ങളെ പറ്റി വ്യഭിചാരാരോപണം പറയല്, ഈ 7 വൻപാപങ്ങൾ പറഞ്ഞു. ഇതേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചാലല്ലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ പലിശന്റെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് യാതൊരു ബേജാറുമില്ല. അതിപ്പോ എന്താ, ഇന്ത്യ അല്ലേ, പലിശ ഇല്ലാണ്ട് പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ ആയതുകൊണ്ട് പലിശന്റെ ആയത്തവിടെ മൻസൂഖ അല്ലല്ലോ. ഒരു ദിർഹം നമ്മള് പലിശയായി തിന്നുന്നത് 30-ലധികം വ്യഭിചാരം ചെയ്യുന്നത് കുറ്റമാണെന്ന് പറഞ്ഞ ഹദീസുണ്ട്. പലിശയ്ക്ക് 70 ചില്ലാനം ഇനങ്ങളുണ്ട്. അത് ഏറ്റവും ചെറുതുപോലും സ്വന്തം ഉമ്മയെ നിക്കാഹ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. എത്ര ഗൗരവം ആലോചിക്കുങ്ങള്. അപ്പൊ പലിശ ആളുകൾക്ക് യാതൊരു, അവിടെ ആ ബാങ്കിൽ അക്കൗണ്ട്, ഈ ബാങ്കിൽ അക്കൗണ്ട്, അവിടുന്ന് ഒരു ലോണ്, ഇവിടുന്ന് ഒരു ലോണ്, ഈ ലോൺ തീരാറാകുമ്പോൾ മറ്റൊരുത്തർ ലോൺ എടുത്തിട്ട് ഇതാ കിടക്കും, എന്നിട്ട് അപ്പുറത്ത് വേറെ ലോണ്, എല്ലായിടത്തും അടവുകൾ. ഇതൊക്കെ എങ്ങനെയാ പൊറുക്കുന്നത്? ഇതൊക്കെ ഉംറ ചെയ്താ പൊറുക്കുവോ? ഇതൊക്കെ ഹജ്ജ് ചെയ്താ പൊറുക്കുവോ? പൊറുക്കൂല. വൻ പാപങ്ങളുണ്ടോ അത് നമ്മൾ അതിന്ന് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ 7 മാത്രമല്ല വൻപാപം. മാതാപിതാക്കളെ ദ്രോഹിക്കൽ വൻപാപമാണ്. കള്ളസാക്ഷ്യം വഹിക്കൽ വൻപാപമാണ്. ദാരിദ്ര്യം പറയുന്ന മക്കളെ കൊല്ലൽ വൻപാപമാണ്. മഹാപണ്ഡിതന്മാരായ ആളുകൾ അൽ ഖബായിർ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ 7 മാത്രമൊന്നല്ല, 70-ലധികം 80 ഒക്കെ ഉണ്ട്. ഇമാം സഹദിക്ക് അൽ ഖബായിർ എന്ന പുസ്തകമുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ ഖബായിർ എന്ന പുസ്തകമുണ്ട്. ഇവിടെ ജീവിച്ച ഷാഫി പണ്ഡിതനായിരുന്ന ഹൈത്തമിക്ക് അൽ ഖബായിർ എന്ന പുസ്തകമുണ്ട്. അതിലൊക്കെ ഒരുപാട് പാപങ്ങൾ വൻപാപമായിട്ട് എണ്ണിയിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലുള്ള ഖത്തീബുമാരോട് പറയും, നിങ്ങൾ ആ വൻപാപം ഞങ്ങൾക്ക് കുത്തു പറഞ്ഞു തരണം. കാരണം അത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണല്ലോ. എല്ലാ സൽക്കർമ്മങ്ങളും സുന്നത്തുകളും എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഫർള് എല്ലാവരും കൊടുക്കണം, അതിനാർക്കും ഒഴിവില്ല. ഫർളിന് പുറമുള്ള സുന്നത്തുകൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല, ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാവരും തഹജ്ജുദ് രാത്രിന്റെ അന്ത്യയാമത്തിൽ നിസ്കരിക്കും, കഴിയില്ല പലർക്കും, അല്ലേ? അപ്പൊ അതുപോലെയുള്ള ഫർളിന് പുറമെയുള്ള നഫലുകളിൽ നമ്മളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ആർക്കും ഒഴിവില്ലാത്തതാണ്. അതെല്ലാവരും ഒഴിവാക്കണം. മനസ്സിലായില്ലേ? അത് ആരും ഒഴിവില്ല. അപ്പൊ വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ഇബാദത്തുകൾ കൊണ്ട് പാപങ്ങൾ പൊറുക്കൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വൻപാപം ചെയ്ത 2 കുറ്റായി. ഒന്ന്, വൻപാപത്തിന്റെ ശിക്ഷ നമ്മൾ പേറും വേണം, ചെറുപാപം പൊറുക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്തു. ഇബാദത്തുകൊണ്ട് പൊറുക്കണത് വൻപാപാണോ ചെറുപാപാണോ? ഏതാ? ചെറുപാപം. അത് മനസ്സിലാക്കി വെച്ചോളി. കാരണം പല ആളുകളും വിചാരം അങ്ങനെയാണ്, വൻപാപങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പൊറുക്കും, ഇബാദത്തുകൊണ്ട് എന്നാണ്. ഇല്ല, ചെറുപാപം മാത്രം പൊറുക്കുക. ചെറുപാപം പൊറുക്കണമെങ്കിലെ കണ്ടീഷൻ എന്താ? വൻപാപങ്ങൾ പാടെ ഉപേക്ഷിക്കണം. അത് ഖുർആൻ തന്നെ പറഞ്ഞ തത്വ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് പാടെ വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം, വിരോധിക്കപ്പെട്ടത് പാപങ്ങൾ ഇജ്തനബാണ് ഉപയോഗിച്ചത്, പാടെ അകന്നു നിൽക്കുക, അടുത്തന്നെ പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളെ ചെറുപാപങ്ങൾ നാം പുറത്തു തരികയും നിങ്ങൾക്ക് നാം സ്വർഗത്തിൽ നാം നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാലേ ചെറുപാപങ്ങൾ പൊറുക്കുള്ളൂ, സ്വർഗത്തിലെത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉംറക്ക് വന്ന നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഉംറ കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതിൽ നിന്ന് നമ്മൾ ഖേദിച്ചു മടങ്ങണം. തൗബ തൗബ എന്ന് പറഞ്ഞാൽ വെറുതെ അസ്താഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് പൊറുക്കൊന്നുമില്ല. അതിന് ചില ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീൻ, അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, അല്ലേ? മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ അത് മാത്രം മതിയൊന്നും, അത്രയും ലോകത്ത് പ്രചാരം നേടിയ ഗ്രന്ഥമാണിത്. ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീൻ, സാലിഹീങ്ങളുടെ പൂന്തോപ്പുകൾ എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. ഒരുപാട് ആളുകൾ പൊതുവെ ലഈഫായ ഹദീസുകൾ കൂടുതൽ കടന്നു വരുന്ന രംഗാണ് ഈ പുണ്യകർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുക,
തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ ലൈഫ് വളരെ കുറവാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ കണക്കനുസരിച്ച് 40ഓളം ഹദീസ് മാത്രമേ ലൈഫുള്ളൂ എന്നാണ്. അത്ര നല്ല ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിലൊക്കെ തബ്ലീഗുകാര് മറ്റേ സക്കരിയ സാഹിബിന്റെ ഫളായിൽ കിതാബ വായിക്കുക. ഇവിടെ എന്താ വായിക്കാറിയോ? റിയാദുസ് സാലിഹിനെ വായിക്കുക. ഇവിടെ ആ കിതാബ് കിതാബ് വായിക്കാനായിക്കില്ല, സൂഫി കിതാബാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ റിയാദുസ് സാലിഹീന്റെ തുടക്കത്തില് തൗബയെ കുറിച്ചുള്ള അധ്യായം തുടങ്ങുന്നത് തന്നെ ഖാലൽ ഉലമാഉ അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുക എന്നത് വാജിബാണ്. എന്താ വാജിബ് പറഞ്ഞാൽ? നിർബന്ധം. ഫൈൻകാനത്തിൽ മഅസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖ്ഖി ആദമിയ്യിൻ. ഈ ചെയ്യുന്ന തെറ്റ് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ളതാണ്, മനുഷ്യന്മാരുടെ ഹക്കുമായിട്ട് ബന്ധമൊന്നുമില്ല എങ്കിൽ ഫലഹ സലാസത്തു ശുറൂത്തിൻ. അള്ളാഹുമായി മാത്രം കണക്ക് ബോധിപ്പിക്കേണ്ട തെറ്റാണെങ്കിൽ അതിന് എത്ര ഷർത്തുണ്ട്? 3 ഷർത്തുണ്ട്. ഏതൊക്കെയാ 3 ഷർത്ത്? 1 അൻ യുഖ്ലിഅ അനിൽ മഅസിയ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും വിരമിക്കുക. പലിശയാണോ, പലിശ കൊണ്ട് അവസാനിപ്പിക്കുക. യതീമിന്റെ ധനം നമ്മളതിൽ വരുന്നുണ്ടോ, അതങ്ങോട്ട് അവസാനിപ്പിക്കുക. കച്ചവടത്തിൽ ഹറാമുകൾ വരുന്നുണ്ടോ, അതങ്ങോട്ട് അവസാനിപ്പിക്കുക. ഇത് തൗബ ചെയ്യും ചെയ്യാം. ലോറിന് തൗബ ചെയ്യുക, ലോറ് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് ചെയ്യുക, പിന്നെ അസറിന് വീണ്ടും തൗബ ചെയ്യുക, പിന്നെ ആ തെറ്റ് ചെയ്യുക. അതിന് കാക്ക തൗബ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അല്ലേ? കാക്ക വൃത്തികേടിലൊക്കെ പോയി കൊത്തും, എന്നിട്ട് ആ ചുണ്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കും. നീ കൊത്തൂല, നീ കൊത്തു, പിന്നെയും പോയിട്ട് കൊത്തും. ഈ സ്വഭാവം കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പൂർണ്ണമായും വിരമിക്കണം, 1ാമത്തെ ഷർത്ത്. 2ാമത്തെ എന്താണെന്നറിയോ? അൻയന്തമ അലാ ഫിഅലിഹാ, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാകണം. ചില ആളുകൾ പറയും എനിക്കൊരു ഖേദമില്ല എന്ന് പറയും. ഞാനൊക്കെ കുടിച്ച പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ അങ്ങാടി വാങ്ങായിരുന്നു, അത്ര പൈസക്ക് ഞാൻ കുടിച്ചിട്ട്. മോനവന്റെ പൗറ് പറയാണ്, ഞാനൊക്കെ വലിച്ച കഞ്ചാവിന്റെ പൈസ ഉണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ ഒറ്റക്ക് വാങ്ങായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാ ആളുകൾ. കുടിച്ചതും പിടിച്ചതും കളിച്ചതും ഒക്കെ ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറയാ പാടില്ല സഹോദരങ്ങളെ. അതിനെന്താ ന്യായം എന്നറിയാം? എന്താ, അന്ന് ഞാൻ മാത്രം എന്നല്ല എല്ലാവരും ചെയ്യണ്. ആചാര മോനും മൊല്ലിയാര മോനും മറ്റോനും പള്ളിക്കമ്മറ്റി എല്ലാവരും ചെയ്യണം, ഞാനും ചെയ്ത്. എനിക്കൊരു ഖേദമല്ല. പറ്റുമോ? ഖേദം വേണം. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾ പടച്ചവനെ അറിവില്ലായ്മ കൊണ്ട്, തെറ്റിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാണ്, പൊറുക്കണേ എന്ന് നമ്മൾ പറയണം അല്ലാഹുവോട്. അപ്പൊ ചെയ്തു പോയ തെറ്റിൽ നമുക്ക് എന്ത് വേണം? ഖേദം വേണം. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദിക്കണം, 2ാമത്തെ ഷർത്ത്. 3ാമത്തത് ഇനി ആ തെറ്റിലേക്ക് താൻ ഒരിക്കലും മടങ്ങുകയില്ലെന്ന് അയാൾ ഉറച്ച തീരുമാനമെടുക്കണം. തൽക്കാലം ഒക്കെ നിർത്തിയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഇനി തുടങ്ങലാന്ന് വിചാരിക്കണത്, നോക്കട്ടെ. പറ്റുമോ? പറ്റൂല. ഉറച്ച തീരുമാനം എടുക്കണം. അസീമത്ത് വേണം, ഇളകാൻ പാടില്ല. എന്താ അസീമത്ത് വേണ്ടത്? ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല. ഒക്കെ പൊളിഞ്ഞ് പാളീസായി തൊലഞ്ഞ് അപ്പൊ പള്ളിക്ക് എങ്ങനെ ഒന്നും തിരിക്കുക? എന്താപ്പോ? ഒന്നും പറയണ്ട, ആകെ ഒക്കെ വിട്ടിയാല് വിട്ടെന്താ? ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ്, മുന്നോട്ടങ്ങ് പോകാത്തോണ്ടാണ്. ഇനി മൂപ്പർക്ക് പഴയ സ്ഥിതിയിലേക്ക്, സാമ്പത്തിക സ്ഥിതിയൊക്കെ വന്ന മൂപ്പര് വീണ്ടും പഴയ കളി തുടങ്ങും എന്നാണോ? ആ തൗബ ആത്മാർത്ഥമല്ല. ഇപ്പൊ 3 ഷർത്ത് പറഞ്ഞു. ഏതൊക്കെയാ? കേട്ടുപോയാ പോരാ, പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഏതൊക്കെയാ ഷർത്ത്? 1ാമത്തത് ഏതൊന്ന്? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പാടെ വിരമിക്കുക. 2 ചെയ്തു പോയ തെറ്റുകളെ പറ്റി ഖേദമുണ്ടാവുക. 3 ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഈ 3 ഇതിലേതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതായാൽ അയാളെ തൗബ സ്വീകരിക്കൂല. ഈ 3 ഷർത്ത് നബവി ഉണ്ടാക്കിയതൊന്നല്ല, ഇത് ഖുർആനിൽ ഉള്ളതാ, ഹദീസിൽ ഉള്ളതാ. ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹൻ, പശ്ചാത്തപിച്ച് മടങ്ങുകയും വിശ്വാസം നന്നാക്കുകയും പിന്നെ സാലിഹായ അമലുകൾ ചെയ്യും വേണം. കഴിഞ്ഞ കാലത്ത് ഒരുപാട് തെറ്റ് ചെയ്ത ആളാണെങ്കിൽ തൗബക്ക് ശേഷം എന്ത് വേണം? കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, അല്ലെ? ധാരാളം സദഖ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, നാവിനെ സൂക്ഷിക്കുക, ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ സാലിഹായ അമൽ കൂടുതലാക്കണം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് തൗബക്ക് 2 ഷർത്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താ അറിയോ?
അൽ ഇഖ്ലാസു ലഹു, തൗബയുടെ കാര്യത്തിൽ നമുക്ക് ഇഖ്ലാസ് വേണം. അത് ഏത് ഇബാദത്തിലും ആണല്ലോ. തൗബ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ യഖൂന ഖസ്ദുൽ ഇൻസാനി ബി തൗബതിഹി വജ്ഹല്ലാഹ് ബി അൻ യതൂബല്ലാഹു അലൈഹി, അല്ലാഹ് എന്നിലെ മടക്കം സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയായിരിക്കണം തൗബ ചെയ്യേണ്ടത്. അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടോ എന്നൊക്കെ നന്നായി പോയിട്ടോ അല്ല കോല ഫോട്ടോ കണ്ടില്ല നിങ്ങൾ എവിടെ മറ്റവരെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചാണ് എന്ത് കാര്യം അതുകൊണ്ടൊക്കെ ഉള്ള. അപ്പൊ ഇഖ്ലാസ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗബ സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയായിരിക്കണം തൗബ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതൊന്നും കൂടി അദ്ദേഹം പറയാം, തകൂന ഫീ സമനിൻ തുഖ്ബലു ഫീഹി തൗബ, തൗബ സ്വീകരിക്കപ്പെടുന്ന സമയത്താകണം തൗബ ചെയ്യേണ്ടത്. ഉണ്ടോ? മരണം ഉറപ്പായിട്ട് തൗബ ചെയ്താല് അതെല്ലാരും തൗബ ചെയ്യും. ഏത് പോക്കിരിയും യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ അപ്പ തൗബ ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. മരണം ഉറപ്പായാല് വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ അദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദിനാ ലഹും അദാബൻ നലീമാ. തൗബ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് യാതൊരു കൂട്ടർക്ക് വേണ്ടിയല്ല, അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മരണം അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, മരണം ആസന്നമായി കഴിഞ്ഞാൽ അയാൾ പറയും എന്ത്? ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പൊ തൗബ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ആൾക്ക് വേണ്ടിയല്ല അല്ലാഹ് തൗബ നിശ്ചയ. ഫിർഔൻ വരെ തൗബ ചെയ്തല്ലോ, വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോവാണ്. ആരാ ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഅല, നിങ്ങൾ ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാണ്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഇലാഹുള്ളത് എനിക്കറിയില്ലല്ലോ. ഹാമാൻ നീ വലിയൊരു സ്തൂപം കെട്ടിണ്ടാക്കണോ, ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. മൂസ പറഞ്ഞു ഇലാഹ അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. അവിടെ നിന്ന് കാണാനില്ലല്ലോ, അപ്പൊ ഞാൻ തന്നെയാ റബ്ബ് എന്ന് പറഞ്ഞ കൊടും ധിക്കാരി. പക്ഷെ വെള്ളം കുടിച്ചിട്ട് അല്ലേ മൂസാ നബിന്റെ പിന്നാലെ കൂടിയിട്ട് വടികൊണ്ടടിച്ചു, സമുദ്രം പിളർന്നു, ഉണങ്ങിയൊരു വഴിയുണ്ടായി. മൂസാ നബിയും കൂട്ടി അതിലോട്ടാണ് അക്കരെത്തി. ഇവര് നടുക്കെത്തിയപ്പോ വെള്ളം ചെയ്തു, വെള്ളം കൂടി. വെള്ളം കുടിക്കുമ്പോ പറഞ്ഞ വാക്കെന്താ അറിയോ? ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ച അല്ലല്ലാതെ ഇലാഹില്ലാതെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലേ പറയുന്നത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു, അള്ളാഹ്ക്കെല്ലാം സമർപ്പിച്ചവനായിരിക്കുന്നു ഞാൻ. അള്ളാന്റെ ചോദ്യം എന്താ? ആൽ ആൻ, ഇപ്പോഴാ തൗബ ചെയ്യുന്നത്? എന്തോ ഒരുപാട് ധിക്കാരം നീ ചെയ്തിട്ടുണ്ടല്ലോ, മുഫ്സിദീങ്ങളിൽപ്പെട്ടവനായിട്ടില്ല, ഫസാദിന്റെ ആളായിരുന്നല്ലോ നീ. അപ്പൊ അപ്പോഴത്തെ തൗബ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതിനു മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇഖ്ലാസ് നമുക്ക് ശരിക്കും വേണം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിങ്ങള്? അർറുജൂഉ മിൻ മഅസിയത്തില്ലാഹി തആല ഇലാ ത്വാഅതിഹി, അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനനുസരിച്ചു കൊണ്ടുള്ള പുണ്യത്തിലേക്ക് മടങ്ങുക എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ പുണ്യകർമ്മങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പാപേതാരികള് കുഫ്റാണ്. കുഫ്റിൽ നിന്ന് തൗബ ചെയ്ത് എന്തിലേക്ക് വരണം? നമ്മള് ഈമാനിലേക്ക് വരണം. അപ്പൊ എന്തെങ്കിലും കുഫ്ർ നമ്മളിൽ ഉണ്ടോ അത് നമ്മൾ പഠിക്കണം. വിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗാണെന്ത്? കുഫ്ർ. അതുപോലെ തന്നെ ശിർക്ക്. ഇത് രണ്ടും ബാധിച്ചാൽ കഥ കഴിഞ്ഞു, അല്ലേ? ശിർക്ക് നമ്മളിലുണ്ടോ നമ്മൾ പഠിക്കണം. ശിർക്കിന്റെ ഏതെങ്കിലും ചെറുതും വലുതുമായ ഒന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ വഅന അലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അലം. അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും ചെയ്യുന്നതിൽ ഞാൻ നിന്നോട് ഇതാ രക്ഷ ചോദിക്കുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. സഹാബിനോടായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂൽ കഴിഞ്ഞ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമനാര സിദ്ദീഖുൽ അക്ബറാണ്. അദ്ദേഹത്തോടായി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ശിർക്കിന് രക്ഷ തേടി പ്രാർത്ഥിക്കുക എന്നത്, കുഫറിന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്കിന്റെ ലാഞ്ചന വരുന്നുണ്ടോ എന്ന് നാം പഠിക്കണം, സൂക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ തൗബ. രണ്ടാമത്തേത് അത്തൗബത്തു മിനൽ കബായിർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻ പാപങ്ങളിൽ നിന്നും ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ്. ഏതെങ്കിലും വൻപാപം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. വൻപാപത്തെ കുറിച്ച് പ്രത്യേകം ഉസ്താദുമാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. മനസ്സിലായില്ലേ? കാരണം വൻപാപം ചെയ്യാൻ എന്താ എന്റെ ദോഷം എന്താ പറഞ്ഞത്? ചെറുപാപം പൊറുക്കാനുള്ള സാധ്യത ഇല്ലാതായി. വൻപാപത്തിന്റെ ശിക്ഷ വേറെ പോറും വേണം.
മനസ്സിലായില്ലേ? അപ്പൊ ഇബാദത്തുകൾ കൊണ്ട് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? വൻപാപങ്ങൾ പാടെ ഉപേക്ഷിക്കണം. അപ്പൊ നമ്മൾ യത്തീമിന്റെ ധനം അന്യായമായി തിന്നലോ, പലിശയോ, സിർക്കോ, സിഹിറോ, അല്ലേ? ചില ആളുകളൊക്കെ ഉണ്ട് വലിയരത്തും തങ്ങളടുത്തും പോകും. എന്തിനാ? എന്റെ മകളെ ഭർത്താവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് ഉസ്താദെ, അതുകൊണ്ട് മോളോട് സ്നേഹം ഉണ്ടാകണം, ഇനിയൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കരുത്, അതിനെന്തെങ്കിലും ഒന്ന് ഉസ്താദ് ചെയ്തു തരണം. ഉസ്താദ് പറയും ഞാൻ സാധനം തരാം, ഓൻ വരുമ്പോ മെല്ലെ ചായയിൽ കലക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി, അല്ലേ? നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ ഉദ്ദേശമല്ല, എന്റെ മോളെ കാര്യം സുരക്ഷിതാക്കുക. ചെയ്യുന്നെന്താ സംഗതി? തനിച്ച സിഹറാണ്. മനസ്സിലായില്ലേ? ഇപ്പണ്ട് അടുത്ത് ഒരു മാസികയിൽ വന്നിരുന്നു, ആരെ വശീകരിക്കണം പറയൂ. നിങ്ങളെ പെരുങ്കോട്ടുകാരൻ ഇങ്ങനെ നിൽക്കുക, ചാത്തൻ. എന്താ? ആരെ വശീകരിക്കണം പറയും. ഏത് പെണ്ണിനാ വശീകരിക്കേണ്ടത്? ഓളെ മുടിനാര് കിട്ടിയാൽ മതി, നമ്മള് സിഹർ ചെയ്തിട്ട് വശീകരിച്ചു തരാം. എന്നിട്ട് കോളേജ് കുട്ടികളൊക്കെ പതാ ചെയ്യണത്, ഏത് പെണ്ണിനാ വശീകരിക്കേണ്ട? ഓൾക്കൊരു മിഠായി, ആ മിഠായി എന്നാ പിന്നെ ബെളുബന്റെ മുട്ടുന്നു പോവില്ല. ആ ജാതി സിഹറുകള്. അപ്പൊ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട സംഗതിയാണ്, പേടിക്കേണ്ട കാര്യമാണത്. അപ്പൊ ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. അപ്പൊ ഈ അമ്മായിയമ്മ പോയതെന്തിനാ? മരുമകനാകുന്ന മകളെ ഭർത്താവിനെ ഓളിലേക്ക് അടുപ്പിക്കാൻ, വേറെ കല്യാണം കഴിക്കാതെക്കാൻ. അതുപോലെ ഭർത്താവിന് രണ്ടാമതൊന്ന് കെട്ടാൻ പൂതിണ്ട് എന്ന് കേട്ടാലും ചില പെണ്ണുങ്ങൾ പോവും. മനസ്സിലായില്ലേ? അതോടുകൂടി ഇവരെ പരലോക പോണത്. പുതിയ പെണ്ണെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? മോൾക്ക് പറ ഭർത്താവിനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? സിഹിർ ചെയ്തിട്ട് വൻപാപം ചെയ്തിട്ട് നരകത്തേക്കായി പോണത്. അപ്പൊ അത് വലിയ തെറ്റാ. അത് തങ്ങളെടുത്ത് പോയി ചെയ്താലും, ചാത്തൻ സേവ മഠത്ത് പോയി ചെയ്താലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കോട്ടയിൽ പോയി ചെയ്താലും, ജാർത്തക പോയി ചെയ്താലും, തങ്ങളായാലും തമ്പുരാനായാലും മുസ്ലിയായാലും മൊല്ലാക്കായാലും ബീവിയായാലും ജിന്ന് കൂടിയ ബീവിയായാലും കൂടാത്ത ബീവിയായാലും ഒക്കെ കണക്ക് തന്നെയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ വല്ല വൻപാപങ്ങളും നമുക്കുണ്ടോ? നമ്മൾ സൂക്ഷിക്കണം. ആ വൻപാപങ്ങൾ പാടെ ഖേദിച്ചു മടങ്ങണം. പിന്നെ വൻപാപം കഴിഞ്ഞാൽ പിന്നെ ചെറുപാപങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കേണ്ടതുണ്ട്. ചില ആളുകള് ചെറുപാപങ്ങൾ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് വൻപാപം പോലെയായി. മനസ്സിലായില്ലേ? ചെറുപാപങ്ങൾ ഇപ്പൊ നമ്മള് ഒരു ദിവസം ₹1 എടുത്തേക്കാൻ തീരുമാനിച്ചു. ഇത് സമ്പാദിക്കാനൊന്നുമില്ല. ഒരു ദിവസം ₹1 10 കൊല്ലം എടുത്തുവെച്ച് എത്ര റുപ്യായി? അല്ലേ? അത് 25 കൊല്ലാകുമ്പോ എത്ര റുപ്യായി? അതുപോലെ ചെറുപാപങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാല് ഒരു ദിവസം തന്നെ എത്ര ചെറുപാപങ്ങൾ ചെയ്യും. ഇപ്പൊ കളവ് പറയാ, ആൾക്ക് ഒരു ഗൗരവമില്ലാത്ത, എത്ര ഗൗരവമുള്ള കുറ്റാണ്. കച്ചവടക്കാര് പീടികയിൽ വന്ന് നിൽക്കുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കും, വലിയ സത്യസന്ധയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ, എന്നാ ആദ്യം പഠിപ്പിക്കുക. കച്ചവടത്തിലാരും പുതിയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയാണ് മലയാളി പറഞ്ഞു കൊടുക്കുകയാണത്, ഇത് സാധനം തൈവാന്റെ സാധനമാണ്. ആളിൽ വന്നിട്ട് ജപ്പാനെന്ന് വെച്ചാൽ ജപ്പാനെന്ന് പറഞ്ഞേക്കണം, തൈവാനെന്ന് പറയരുത്. ചൈന ആയിരിക്കും, അറബി വന്നിട്ട് കേൾക്കും, ജാപ്പാനി ജപ്പാനാണോ, അമേരിക്കയാണോ, അമേരിക്കന്റെ ആണോ, അസ്ലി ഒറിജിനലാണോ? അപ്പൊ ഇയാള് കൊടുക്കും, വല്ല ഓൻ ജയിക്കും. അല്ലയാണോ? അങ്ങനെ തന്നെയാണോ? ഈ ഹറമിൽ വെച്ചും ചിലപ്പോ എന്ത് പറയും, വല്ല അല്ല തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പച്ച കളവായി പറയണത്. ചില ആൾക്ക് പണിയെന്താ, ചൈനന്റെ സാധനം കൊണ്ടുവന്ന് മേഡ് ഇൻ ജപ്പാൻ സ്റ്റിക്കർ ഉണ്ടാക്കിക്കുക, അത് ഒട്ടിച്ചെടുക്കുക. ഇത് എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഉമ്മയും ബാപ്പി എല്ലാത്തിനും ബാക്കി ഒക്കത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അങ്ങനത്തെ കാലാണ്. എന്താ ഡ്യൂപ്ലിക്കേറ്റിന്റെ അവസ്ഥ എന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊരു കാറ് പുതുതായിട്ട് ഇറക്കി, വലിയ ചെലവുണ്ടായിട്ട് പുതിയൊരു കാർ ഡിസൈൻ, കുറെ എഞ്ചിനീയർമാരെ വാടക എടുത്ത് ടെസ്റ്റ് ചെയ്ത് വലിയ പുതിയ മോഡലൊന്നും ഇറക്കി. ഇറക്കിയ വാടക എടുത്ത മുതൽ കാറങ്ങ് വാങ്ങും. ഓൻ കൊണ്ടുപോയിട്ട് അതങ്ങ് പീസാണ്. എന്നിട്ട് ഇതിന്റെ ഓരോ പീസും എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും, സ്പെയർ ഇറക്കും. ഇതേ മോഡൽ സാധനം ഒരു ലോഡ്, അങ്ങനെ 10 പീസ് കാണുന്നുണ്ടോ. എന്നിട്ട് ഇവനിവിടെ സ്പെയർ പാർട്സ് കിട്ടണമെങ്കിൽ 5000 കൊടുക്കേണ്ടത് മറ്റോ 500 കൊടുക്കും. അതേ സാധനം. പാടുണ്ടോ? തനിച്ച വഞ്ചനല്ലത്. ഇപ്പൊ ഞാനൊരു ബുക്ക് എഴുതിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, സക്കരിയ സലാഹി എന്നുള്ള പേരുണ്ട് ഒഴിവാക്കി അവിടെ മൂപ്പരെ പേര് എഴുതിയിട്ട് അത് വിറ്റ് പാടുമോ? ഞാൻ 40 രൂപ കഴിഞ്ഞ മൂപ്പര് 50 രൂപയ്ക്ക് വിൽക്കണം. അപ്പൊ എന്റെ ഭൗതിക സ്വത്താണത്, അല്ലേ? അപ്പൊ ഞാനൊരു കാർ ഇറക്കിയാൽ എന്റെ സ്വത്താണത്. അതിന്റെ സ്പെയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല.
നേരത്തെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സ്പെയർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങളെ 500 ഉള്ളൂ, വളരെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി. പക്ഷെ കൊടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കാൻ പറ്റൂല, പറ്റും. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞു വെക്കണം. റാഡോ വാച്ചിന്റെ അതേ മോഡലായിരിക്കും, പക്ഷെ റാഡോ ആയിരിക്കൂല. ഇപ്പൊ റാഡോ അല്ല, ഇത് ഡ്യൂപ്ലിയാണെന്ന് പറഞ്ഞു കൊടുത്തോ, ഡ്യൂപ്ലി കണ്ടിട്ട് വാങ്ങിക്കോ. പക്ഷെ വേറൊരാളുടെ സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. ഉണ്ടോ? അത് കക്കലാണ്, ശരിയായ കളവാണത്. അപ്പൊ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാന്നുള്ളത് ഇന്ന് പൊതുവേ ജനങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയായാലും വല്ല പണക്കാരനായാൽ മതി. എന്നിട്ട് അങ്ങനെ ഹറാമായ സമ്പാദ്യമൊക്കെ ഇവിടെ വന്നിട്ടെന്നാണ് ദ്വാരന്ന് 2 തവാഫൊക്കെ ചെയ്താൽ പൊറുക്കുന്ന ആളുകളെ വിചാരം. ഒരിക്കലും പൊറുക്കൂല. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടോ നമ്മുടെ ദ്വാക്ക് ഉത്തരം കിട്ടൂല. മനസ്സിലായില്ലേ? എത്ര ഉംറ ചെയ്തിട്ടും കാര്യമല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റല്ലെങ്കിലാണ് ഈ പറഞ്ഞ ഷർത്ത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിലോ അയാൾക്കത് തിരിച്ചു കൊടുക്കണം. വാപ്പ മരിച്ചു, സ്വത്ത് ഒരുക്കണ സമയത്ത് ഒരുക്കണ്ട മുമ്പായിട്ട് വാപ്പ സുഖമില്ലാതെ നടക്കുമ്പോൾ ആശുപത്രിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയത് രജിസ്റ്റർ ഓഫീസിക്ക. അവിടെ പിടിച്ച് പ്രമാണമൊക്കെ റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് സ്വത്ത് ഒരുക്കാൻ വന്ന് അത് എനിക്കുപ്പ തന്നതാണല്ലോ, മറ്റേതോ അത് ഞാനും ഇപ്പം കൂടി വാങ്ങിയതാണല്ലോ, ഇതെനിക്ക് എന്നോ തന്നതാ. ചുരുക്കി പറഞ്ഞാൽ ആകെ ഈ വരെയും മറ്റു തർക്കണ്ട, ബാക്കിയൊക്കെ മൂപ്പര് കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും. പങ്കന്മാർക്ക് അതോടുകൂടി ബന്ധങ്ങൾ അവസാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, പടച്ചവനെ പറ്റിക്കണേ. മനസ്സിലായില്ലേ? ഇവരൊക്കെ ഇവിടെ നിന്ന് 10 ഉംറ ചെയ്തിട്ട് കാര്യമുണ്ടോ? അന്യന്റെ സ്വത്ത് പിടിച്ചു വെച്ചിട്ടേ, അയൽവാസിയുടേത് അതിന് തിരക്കിയിട്ട് കള്ളപ്രമാണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ സ്വത്ത് കൈവശപ്പെടുത്തിയാൽ ആരുടെ സ്വത്താണോ കൈവശപ്പെടുത്തിയത് അത് അവർക്കങ്ങ് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഓലെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ എന്തോ മരിച്ച രക്ഷ കിട്ടുമോ? അപ്പൊ അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണോ അത് അവരുടെ സ്വത്തുകൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ ഒരാളെ ഒരുപാട് ചീത്ത പറഞ്ഞു, നമ്മളവിടുത്തെ പ്രമാണിയാണ്, ആരോഗ്യമുണ്ട്, തണ്ടും തടിയുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഈ സാധു മുഴുവൻ കേട്ടിരുന്ന് കരഞ്ഞ് വഷളായി അപമാനിതനായി വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിരുന്നില്ല, പാവത്ത് എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്, പടച്ചോനെ എനിക്ക് പൊറുത്തു തരണേ. പടച്ചോൻ പൊറുക്കുവോ? പൊറുക്കണമെങ്കിൽ അവന്റെ അടുത്ത് പോകണം, അവൻ നിങ്ങൾക്ക് മാപ്പ് തരണം. മനസ്സിലായില്ലേ? അതുപോലെ ആളടിയിലിട്ട് എനിക്ക് ചീത്ത തരാൻ അവസരം തരണം എന്ന് പറഞ്ഞു, ഞാൻ നിന്ന് തരാം. എന്നിട്ടേ പൊറുക്കുക. അല്ല, നിങ്ങൾ ആ പറഞ്ഞതിൽ എനിക്ക് ഇത്ര നഷ്ടപരിഹാരം തരണം, എന്നാലേ ഞാൻ പൊറുക്കുള്ളൂ. ആയിക്കോട്ടെ, എത്ര നഷ്ടപരിഹാരം കൊടുത്താലും വേണ്ടില്ല, പുറത്തു കിട്ടണം, എന്നാലേ നമ്മൾ അള്ളാന്റെ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ എന്താ പരലോകത്ത് സംഭവിക്കുക? പരലോകത്ത് എങ്ങനെയല്ല കണക്ക് തീർക്കുക? നിന്നെ കുറെ ചീത്ത, നീ വിളിക്കടാ ചീത്ത എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കോ? അല്ല, ആമിലെടുത്താണ് കൊടുക്കും. മനസ്സിലായില്ലേ? നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട്, മറ്റുള്ളവരെ അന്യായമായി ഉപദ്രവിച്ചിട്ട്, ഗീബത്ത് പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, അല്ലെങ്കിൽ തല്ലി, രക്തം ചിന്തി, സ്വത്ത് പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ദ്രോഹമാണ് ചെയ്തതെങ്കിലും ആ ദ്രോഹത്തിനൊക്കെ അള്ള പകരം വീട്ടൽ എങ്ങനെയെന്നറിയോ? നിങ്ങളെ സൽക്കർമ്മമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആരെയാണോ ദ്രോഹിച്ചത് അവർക്ക് കൊടുക്കും. അതിനകത്തൊന്നും സൽക്കർമ്മം നിങ്ങൾക്ക് ഇല്ലെങ്കിലോ അവൻ ചെയ്ത ദുഷ്കർമ്മമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചാർത്തിത്തരും. ഇപ്പൊ നിങ്ങളെ ഹജ്ജ് ഉംറയ്ക്ക് കിട്ടി, ഓന് കിട്ടി. ഇവിടെ ഇരുന്നും കൂടി ഏഷണി പറയുണ്ടാവും, ഗീബത്ത് പറയുണ്ടാവും. അപ്പൊ ഉംറക്കാർക്ക് കിട്ടും, അവർക്ക് കിട്ടും. എത്ര ഗൗരവം ആലോചിക്കൂ അല്ലേ? മുഫ്ലിസ് ആരാണെന്ന് റസൂൽ ചോദിച്ചത് കേട്ടിട്ടില്ലേ? സമയമായി, ഞാൻ നിർത്താൻ പോവാണ്. മുഫ്ലിസ് എന്താ? തൊലഞ്ഞവൻ, പാപ്പറായവൻ ആരാണ്? സഹാബികൾ പറഞ്ഞു, ഒരു ദിർഹമും കയ്യിലില്ലാത്ത. നമ്മളല്ലേ, ഒരു നായാ പൈസയും കയ്യില്ലാത്തന്നല്ലേ നമ്മുടെ നാട്ടില്. ആരാണ്? ഒരു സാധനമില്ല, ഒന്നുമില്ല, വരെയും കൂടി വാടകയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് അവനല്ല. പരലോകത്ത് പാപ്പറാവുന്ന ഒരാളുണ്ട്. അതാരാ അറിയോ? അയാൾ കുറെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഒക്കെ കൊണ്ടുവരും പരലോകത്ത്. പക്ഷേ ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, മറ്റവന്റെ സ്വത്ത് എടുത്തിട്ടുണ്ടാവും, ഇവൻ അടിച്ചിട്ടുണ്ടാവും, മറ്റവൻ രക്തം ചിന്തിണ്ടാവും, ഇവൻ ഏഷണി പറഞ്ഞിട്ടുണ്ടാവും, മറ്റവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പലരും ദ്രോഹിച്ചിട്ടുണ്ടാവും. കുറെ നിസ്കാരവും നോമ്പൊക്കെ. അപ്പൊ അള്ള എന്താ ചെയ്യാ? ഇവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ആർക്കൊക്കെ ചെയ്താൽ ഒക്കെ കൃത്യ കണക്ക്, അവിടെ തെറ്റൊന്നുമില്ല, ഒക്കെ കമ്പ്യൂട്ടർ കണക്ക് അവിടെ വ്യക്തമായിട്ടുണ്ട്, ഒക്കെയാണ് കൊടുക്കും. അതിനൊന്നും ഇല്ലെങ്കിൽ ഓലെ തെറ്റൊക്കെ എടുത്ത് പിന്നെ ചാർത്തി കൊടുക്കും. ഇപ്പൊ എന്താ സംഭവിക്കണത്? ഓൻ സ്വർഗത്തിൽ പോവും, നമ്മൾ നരകത്തിലാവും. എന്ത് ഭാഗ്യക്കടന്ന് ആലോചിക്കും നിങ്ങള്. അതുകൊണ്ട് നമ്മളെ അമലുകൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും പേടിക്കണം. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് നമ്മൾ അമലുകൾ ചെയ്യും, മറുഭാഗത്ത് ആ അമലുകളെ പൊളിച്ചു കളയുന്ന പ്രവർത്തനം അപ്പുറത്ത് ചെയ്യും. ഒരു കൈ കൊണ്ട് തുറക്കും, മറ്റേ കൈ കൊണ്ട് അടക്കും.
ഒരു കൊണ്ട് അടക്കും, മറ്റേ കൊണ്ട് തുറക്കും. എന്താ സംഭവിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ചിന്തിക്കണം നമ്മൾ. അങ്ങനെ വല്ല ദ്രോഹങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ? ആരുടെങ്കിലും സ്വത്ത് ഞാൻ അന്യായമായി പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് കച്ചവടത്തിലൊക്കെ എന്തെല്ലാം മുക്കലുകളാണ് നടക്കുന്നത്. നമ്മളൊരു കച്ചവടം തുടങ്ങല്ലേ, ആയിക്കോട്ടെ എനിക്ക് വയ്യ, അന്ന് നീ അറിയണ്ട, നീ അവിടെ ഒക്കെ ഞാൻ ഇട്ടു. അങ്ങനെ തുടങ്ങും. നല്ല സംഖ്യ വാങ്ങി തുടങ്ങി, എടോ സംഗതി മോശാന്നറിയും. ഒരിക്കൽ 2 മാസം കഴിഞ്ഞിട്ട് അറിയും സംഗതി താഴോട്ട് തന്നെ കേട്ടോ. പറഞ്ഞ് 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 കൂട്ടേണ്ട അവസ്ഥയാണ്. ഇവനൊന്നും അറിയില്ല സാധു. അപ്പൊ അതിന്റെ കണക്ക് നോക്കിയേ, കണക്ക് ചോദിക്കുകയോ ഒന്നിനോ അവനെ വിശ്വസിച്ചല്ലേ, അത്രയും സുഹൃത്തുക്കളല്ലേ. അവസാനം സംഗതി കൂട്ടി. 6 മാസം വരെ കാണൂല. പിന്നെ കുറച്ച് അപ്പുറത്ത് നടപ്പം വേറെ വലിയൊരു കടയും കൊടുക്കണം. പേര് കഴിഞ്ഞാൽ എന്റെ മറ്റേ അളിയൻ പാർട്ട്ണറോ മറ്റോ പാടണോ, ആരും പാർട്ട്ണർ ഉണ്ടാവില്ല, ഇതൊന്ന് മുക്കിയതായിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ മറ്റുള്ളവരെ വലിച്ചെടുത്തിട്ട് കവർന്ന് ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കണത്. ഇത് ഏറ്റവും വർദ്ധിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കണത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നമ്മൾ. ഹറാമായ ഒരു പൈസ നമ്മളോ നമ്മളെ മക്കളോ തിന്നാൻ ഇടവരരുത്. മനസ്സിലായില്ലേ? സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. ആണുങ്ങൾ പലപ്പോഴും കടക്കണിയിലും മറ്റു പലതിലും പ്രേരിതരാകുന്നത് നിങ്ങളെ ജീവിത വീക്ഷണത്തിലെ വ്യത്യാസം കൊണ്ടാണ്. മനുഷ്യ നിങ്ങളിങ്ങനെ നടന്നോളി, കണ്ടില്ല നിങ്ങൾ അയാളെ പോരാ, അയാളെ മതില്, അയാളെ കാറ്, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഇവളിങ്ങനെ പിരിയേറ്റും. അപ്പൊ പിന്നിങ്ങനെ എന്ത് ചെയ്യും? അവയെ കണ്ടില്ലേ, ഇയാളെ കണ്ടില്ലേ, മറ്റേ ആജിയനെ കണ്ടില്ലേ, അളിയനെ കണ്ടില്ലേ, അവൻ അവിടുന്ന് കടം വാങ്ങും, ഇവിടുന്ന് കടം വാങ്ങും, അവിടുന്ന് ലോൺ, ഇവിടുന്ന് ലോണ്. അപ്പോൾക്ക് സന്തോഷമായി. അപ്പോൾ കാറിലൊക്കെ ഇങ്ങനെ പോയി ഇടക്കിടക്ക് എല്ലാവരും ഒന്ന് വിളിച്ച് നമ്മളെ പരണ്ട് കാണാൻ വരണം, ഒക്കെ ലോണാ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങളാണ് ഇപ്പൊ സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങൾ പറയേണ്ടത് കടം വലിയ ഗൗരവമുള്ള കുറ്റാണ്. കടം വാങ്ങിയിട്ടും മറ്റുള്ളവരുടെ ഹക്കില്ലാത്തും എന്നിന്റെ മക്കളെ നിങ്ങൾ തീറ്റിക്കരുത്. എത്ര പട്ടിണി കിടന്നാലും വേണ്ടില്ല എന്ന് നിങ്ങൾ പറയണം. അത് പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുരുഷന്മാർ പലപ്പോഴും കടത്തിന്റെ ഗൗരവം എത്രയാ? കടമുള്ളതുകൊണ്ട് റസൂൽ മയ്യത്ത് സ്കരിക്കൂല. നിങ്ങൾ സ്കരിച്ചോളിയാൽ കുടുംബക്കാരോട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കരിച്ചോളി. കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ റസൂൽ ഇമാമുക്കും. ഇന്ന് കട ഏൽക്കാൻ തന്നെ പേടിയാണ്. കാരണം ഈ പഹയൻ എവിടേക്കാ കടല ആർക്കറിയാം? സ്വന്തം ഭാര്യയെ കൂടി അറിയാത്ത കട. കാരണം ഭാര്യ കടന്ന് പറഞ്ഞാൽ അളിയനറിയും, അളിയനറിഞ്ഞാൽ മോശമാണ്, അളിയന്റെ പിലിപ്പം വലിയ ആളാണ്. മനസ്സിലായില്ലേ? അമ്മോശനറിഞ്ഞാൽ മോശമാണോ, നമ്മളെ പിയാപ്പിള ഇങ്ങനെ ഇപ്പോയല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് പോകും പറ്റൂല. അപ്പൊ ആ രൂപത്തില് കടം എഴുതി വെക്കണം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തെ പറ്റിയ എഴുതി വെക്കണം, സാക്ഷി നിർത്തണം. ഇതൊന്നും ചെയ്യുന്നില്ല. എല്ലായിടത്തും കടം. ബാങ്കിൽ കടം, മറ്റൊടത്ത് കടം, ആധാരം പണയത്തില്, തലയല്ലാത്തൊക്കെ പണയത്തിലായിരിക്കും. എന്തിനൊക്കെയാ പണയം വെക്കുന്നത്? നോമ്പിന് സൽക്കാരം ഉണ്ടാക്കണം, അളിയനെയും പുയാപ്പണിയും കൊറ്റോനെയും ഇവരെ അമ്മായിനൊക്കെ വിളിക്കണം. എന്താ? ഗോൾഡ് പണയം വെക്കുക. നിങ്ങൾ ഇതുകൊണ്ട് ഈ പണയം വെച്ചോളി, ഇവരൊക്കെ ഉള്ള നോമ്പ് സൽക്കാരനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ മോശമല്ലേ? പെണ്ണുങ്ങൾ ഗോൾഡ് അയച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ കടന്ന് 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 അതിന്റെ ഇരട്ടി പലിശ കൊടുത്താലും നല്ല സാധനം പോയിട്ടില്ലല്ലോ. എന്തൊരവസ്ഥ ആലോചിച്ചു നിങ്ങൾ. ഇതൊക്കെ അവസാനിപ്പിക്കണം. നമ്മൾ ജീവിത വീക്ഷണം തന്നെ മാറണം. ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാകണം. ഇതൊന്നല്ല ജീവിതം. ഇതെവിടെ അവസാനിച്ചോ അവിടെ നമ്മളെ പരലോകം ആരംഭിക്കുകയാണ്. അല്ലേ? മൻമാത്ത ഫഖദ് ഖാമത്ത് ഖിയാമത്ത് ഹുന്നുണ്ട്. മരിച്ചാൽ ഖിയാമ, ഓന്റെ ഖിയാമം തുടങ്ങിക്കഴിഞ്ഞു. ഖബർ ജീവിതം അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ചിന്തയാണ് എപ്പോഴും നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ കൈയില്ലാത്തവരെ, കാലില്ലാത്തവരെ, കണ്ണില്ലാത്തവരെ, പല രോഗവും ഉള്ളവരെ അല്ലേ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും വരാം. മാരക രോഗങ്ങൾ എത്ര പെട്ടെന്നാ വരുന്നത്. ആരോഗ്യമുള്ള മനുഷ്യൻ പെട്ടെന്ന് രോഗിയാവുകയാണ് അല്ലേ? ഓടിച്ചാടി നടന്നിരുന്ന മനുഷ്യൻ പെട്ടെന്ന് നടക്കാൻ കഴിയാത്തവനായി മാറുകയാണ്. ആർക്കും വരാതൊക്കെ. എന്തൊക്കെ രോഗത്തിന് അണുക്കളെ പേറിയിട്ടാ ഞാനും നിങ്ങളൊക്കെ നടക്കണത് നമുക്കറിയോ? ഒരു സുപ്രഭാതത്തിൽ ഒരു തലവേദന, വല്ലാത്ത വേദന, അവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് മാറിയില്ല, ചെന്ന് ട്യൂമറാണ്, 1 മാസം കിടന്നു ഹലാസ്, ക്യാൻസർ ആണ്, എത്ര കേസുകൾ. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം പേടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുദാമി വൽ ബറസ് വമിൻ സയ്യിൽ അസ്ഖാം. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ജുനൂന് ഭ്രാന്ത്, മാനസിക രോഗം, ജുദാമ് കുഷ്ഠം, ബറസ് വെള്ളപ്പാണ്ട്. 1400 കൊല്ലം മുമ്പുള്ള പ്രാർത്ഥന. ഇന്നും ആ 3 രോഗവും ഗൗരവമുള്ള രോഗം അല്ലേ? ഒരു മാനസിക രോഗി വീട്ടിലുണ്ടായ കഴിഞ്ഞില്ല കഥ. വെള്ളപ്പാണ്ട് എത്ര ചികിത്സിച്ചാറുല്ലേ? കുഷ്ഠം, പിന്നെ വമിൻ സയ്യിൽ അസ്ഖാം, എല്ലാ മോശമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഈ ദ്വാങ്ങൾ ഉസ്താദിനെ എഴുതി വാങ്ങണം.
നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുദാമി വൽ ബറസ് വമിൻ സയ്യിൽ അസ്ഖാം. ഈ ദുആ ആരെങ്കിലും കൈയൊന്നിച്ചാട്ടെ. പെണ്ണുങ്ങൾ രണ്ടുമൂന്ന് പുസ്തകം വാങ്ങുന്നല്ല, ആരെ വായിക്കലുണ്ട്? ദുആന്റെ ബുക്കൊക്കെ വാങ്ങുന്നല്ലാതെ ഇവിടെ വന്നാ മുഴുവൻ ആ മാല വാങ്ങലും ഈ മാല വാങ്ങലും തസ്ബീഹ് വാങ്ങലും മുസല്ല വാങ്ങലും ഇതല്ലേ പണി, ഈ തപ്പയോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നല്ല നമ്മൾ വരേണ്ടത്. നമ്മൾ കുറച്ച് മാറ്റം വരണം. മനസ്സിലായില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ ചില സൂചനകൾ മാത്രം ഞാൻ പറഞ്ഞത്. നമ്മളൊരു പുതിയ ജീവിതത്തിന്റെ പേജ് തുറക്കാൻ നമുക്ക് സാധിക്കണം. ഉംറ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പഴയതുപോലെ ആകാതെ ഞാൻ പുണ്യഭൂമിയിൽ പോയി പശ്ചാത്തപിച്ച് മടങ്ങി വന്നവനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇത് ഈ ഉംറ ശരിയല്ല, ഒന്നുകൂടി വരണം, ഇതിങ്ങനെ പോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. ആർക്കറിയും ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന്. മനസ്സിലായില്ലേ? എപ്പോഴും ഏതൊരു നിസ്കാരത്തെ കുറിച്ച് കൊണ്ട് റസൂൽ പറഞ്ഞെന്താ അറിയോ? ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിയുന്നവനെ പോലെ നീ നിസ്കരിക്കണം. ഇനി ഒരിക്കലും ആ നിസ്കാരത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. റസൂലിനോട് ചോദിച്ചു, ഖുശൂഅ് കിട്ടുന്ന നിസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല. നബി എന്താ പറഞ്ഞറിയോ? മരണത്തെ ഓർക്കണം നീ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ അവസാന നിസ്കാരം ഓർക്കണം. ലോഡ് നിസ്കരിച്ചു, നിസ്കരിക്കുന്ന ഉറപ്പുണ്ടോ? പലേ തിന്ന് കൈ അങ്ങനെ കെട്ടി അപ്പൊ തന്നെ കോട്ടാവി 3 കോട്ടാവി ഒരക്കായത്തിലും. എന്താ നിസ്കാരം അത്? കോട്ടാവിനെ പറ്റി റസൂൽ പറഞ്ഞെന്താ നിങ്ങള്? അത്തസാഉബു മിനശ് ശൈത്താൻ. കോട്ടാവി ശൈത്താൻ എന്നാണ്. ഫഇദാ തസാഅബ അഹദുകും ഫിസ്സലാഹ് ഫൽയക്ലിം മസ്തതാ. നിസ്കരിക്കുമ്പോ കോട്ടാവി വന്നാൽ അമർത്തിക്കൊള്ളട്ടെ, കഴിയുന്നത്ര അമർത്തട്ടെ. ഇതല്ല അമർത്തല്, പുറത്തുകൾ ഞാനുണ്ട്. അയാൾ ഓരിയിടരുത്. നായൻ ചെന്നായ കോരിന് അവ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ശൈത്താൻ, അത് തനിച്ച ശൈത്താൻ. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുക എന്താ ആളുകൾക്ക് അവസ്ഥ. നിസ്കരിക്കാൻ നിന്നാല് അപ്പോഴും ശൈത്താൻ പറഞ്ഞു കൊടുക്കും, സലാം കിട്ടിയത് സാരില്ലടാ, അടുത്ത വക്ത് ശരിയാക്കാന്ന്. അടുത്ത വക്തും ഇങ്ങനെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം കണ്ടല്ലോ, നിസ്കാരം വളരെ ഗൗരവപ്പെട്ടതാണ്. റസൂല് മരിക്കുമ്പോ പോലും ഓർമ്മപ്പെടുത്തിയ കാര്യം സ്വലാത്ത് വസ്സലാത്ത്. ഇവിടെ AC ഇട്ടങ്ങ് കടന്നിട്ട് നിസ്കരിക്കാത്ത മനുഷ്യന്മാർ ഇവിടേക്ക് വന്നിട്ട്, ഈ ഹറമിൽ വന്നിട്ട് ഓനാകെ വിശ്രമിക്കാൻ പോകുന്ന അങ്ങോട്ട് ഭയങ്കര ബിസിനസിന്റെ തിരക്കല്ലേ. ഇവിടെ നിന്ന് AC കിട്ടി ഇഷ്ടം പോലെ ഉറക്കം, രാത്രി ഉറക്കം, പകലും ഉറക്കം, തോറുമില്ല അസറുമില്ല. ഇതൊക്കെ മാറണം. നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കുക. സുബഹിക്കൊക്കെ പെണ്ണുങ്ങൾ വെളിച്ചുണർത്തി വിടണം ഭർത്താക്കന്മാരെ. നിങ്ങൾ ഇന്നലെ വൈകിയല്ലേ വന്നത്, ചെറിയ ചാരന്മാർ ഉണ്ട്, ഇനിയിപ്പൊ പോണോ, ഇവിടുന്ന് നിൽക്കാ പോരെ എന്നല്ല പറയേണ്ടത്. ഇതാ പോയിക്കോ, വാതിൽ തുറന്നു, ഇതാ ടോർച്ചിതാ, പള്ളതാ, കൊടതാ, പോയി എന്നാ ആട്ടിവിടണം പള്ളിക്ക്. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് സാധിക്കണം. മക്കളെയും ആൺകുട്ടികളൊക്കെ നേരത്തെ വിളിച്ചുണർത്തി അല്ല, ഒരു ചിട്ട അത് ജീവിതത്തിൽ വേണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ചിട്ടയുണ്ടാകണം. നമ്മൾ മുസ്ലിമാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം. അതിനാദ്യം ചെയ്യേണ്ട കാര്യം TV എന്നുള്ള സാധനം വീട്ടിലുണ്ടാകും, തല്ലി പിടിക്കണം ആദ്യം. മനസ്സിലായില്ലേ? എല്ലാവരും അയിമ്പല, അതില്ലാതെ ഒരിടത്തേക്ക് അങ്ങ് ഉറക്കം വരില്ല. അത് ന്യൂസല്ലേ കാണുന്നത്. 1 മണിക്കൂർ ഉച്ചക്ക്, 1 മണിക്കൂർ രാവിലെ, 1 മണിക്കൂർ രാത്രി. എന്താ ഈ ചിലക്കണത്? രാവിലെ ചിലച്ചേനെ ഉച്ചക്കും ചിലക്കുന്നത്. ചിലക്കാന്ന് ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞല്ല, ഇത് ആവശ്യമില്ലാത്തതാ കുറെ, ആവശ്യമില്ലാത്തതാ കുറെ. അത്യാവശ്യത്തിന് നിങ്ങൾ പേപ്പർ വാങ്ങിക്കോളി, വാങ്ങിയത് അങ്ങോട്ട് മാറ്റി വെക്കുക, അത് വായിക്കുക. മനസ്സിലായില്ലേ? ഖുർആൻ ഓതാൻ നമ്മുടെ ആൾക്ക് നേരല്ല. ഇവിടെ വന്നിട്ട് പോലും ഖുർആൻ ഓതാൻ നേരല്ല ആളുകൾക്ക്. ഈ ഹറമിൽ വന്നിട്ട് പോലും കുറെ ആൾക്ക് ഓതാൻ അറിഞ്ഞും കൂടാ. എന്നാ പഠിക്കണം എന്നുണ്ടോ? അത് മൗലവി, ഞാൻ അന്ന് ചെറുപ്പകാലത്ത് എന്റെ വാപ്പ പെട്ടെന്ന് മരിച്ചു, ഇതിന്റെ പങ്കന്മാരെ നോക്കേണ്ടി വന്ന്, അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കോയമ്പത്തൂർക്ക് കൊണ്ടുവന്ന്, മദ്രാസ് കൊണ്ടുവന്ന്. ഇത് എത്ര കാലമായി കേൾക്കുന്നു. ഇനി ഇത് കേൾക്കണ്ട, ഇവിടെ ഇരുന്ന് പഠിക്ക്, ഖുർആൻ ഓതാൻ പഠിക്ക്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് ഒന്നും ചെറുപ്പത്തിൽ പഠിച്ചല്ല, പഠിക്ക്. ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ അറിയുന്ന ആൾക്ക് ഇന്ന് പഠിക്ക്. ഇനി ഓതാൻ അറിയില്ലെന്ന് പറയരുത്. ഓതണം, ഖുർആൻ ധാരാളം ഓതണം. ദിക്ർ ദുആകള് ധാരാളം പതിവാക്കണം. മാലിയും മൗലൂദും റാത്തീബും ഒക്കെ നമ്മൾ ഒഴിവാക്കി. പക്ഷെ അവിടെയൊക്കെ ഖുർആൻ ഓതണം, ദിക്ർ ദുആകൾ പഠിക്കണം. അതില്ല.
ഇവിടെ പല പെണ്ണുങ്ങളും മറ്റേ ആ മുസ്ലിയാരെ മഞ്ചിലും കൊണ്ടാ വരിക. ഒരായത്തിന്റെ കഷ്ണം മറ്റൊരായത്തിന്റെ കഷ്ണം, എന്നിട്ട് അത് ഇങ്ങനെ മഞ്ചിൽ ഓതുക. ഖുർആൻ, അല്ലാതെ ഖുർആനിലെവിടെ? അതാ ഓതേണ്ടത്. ദുആ ദിക്റുകൾ, സഹീഹായ ദിക്റിന്റെ ദുആന്റെ ബുക്കുകളില്ലേ? അത് കയ്യിലില്ലേ? എണീക്കുമ്പോ പ്രാർത്ഥിക്കണം, കിടക്കുമ്പോ പ്രാർത്ഥിക്കണം, വസ്ത്രം എടുക്കുമ്പോ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ പറയാം. പ്രാർത്ഥിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കണതിന് മുമ്പ് 100 വട്ടം വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ, മനസ്സിലായില്ലേ? സൂര്യ അസ്തം നിസ്കരിച്ചിട്ട് അസ്തമിക്കുന്നതിന് മുമ്പ് 100 വട്ടം പറയലുണ്ടോ? പറയണം. എത്ര പുണ്യമാണ് ഇതിനൊക്കെ. ദുആ ദിക്റുകൾ മാത്രമായിട്ട് 2-3 ക്ലാസ് എടുക്കണം. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. മനസ്സിലായില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ രാത്രി കുറെ ഉറക്കൊഴിച്ചുണ്ടാവും. രാവിലെ ഒന്ന് കിടക്കാൻ നേരം, ഇനിയിപ്പോൾ ളുഹറിന് പോകാനാവും. അപ്പൊ ക്ലാസ്സിന്റെ ഒരു മടുപ്പത്തിൽ നിർത്തി കിട്ടിയാൽ ഈ മനുഷ്യനത് ഉറങ്ങാൻ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ വന്നത് ഇബാദത്തിനാണ്. നമ്മളെ പറ്റി ചിന്തിക്കാൻ എന്തിനാണ് പോകുന്നത്? ആ ലക്ഷ്യം നമ്മൾ നേടിയിട്ടുണ്ടോ എന്ന് തിരിച്ചു പോകുമ്പോൾ ഗൗരവപൂർവ്വം ആലോചിക്കുക. ഇതെങ്ങനെ കിടക്കട്ടെ, അടുത്ത് നോക്കാന്ന് വിചാരിക്കാതെ ഇനിയുള്ള സമയമെങ്കിലും നന്നായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ആ ഫോണെന്നുണ്ട് ഓഫാക്കിയിട്ട് ഒന്ന് അള്ളാഹുമായിട്ട് അടുക്കുക. മനസ്സിലായില്ലേ? ജനങ്ങളായിട്ട് അടുക്കാനുള്ളത് അത്. ഇങ്ങനെ എപ്പോഴും മിസ് കോൾ ഉണ്ട്, അത് അങ്ങോട്ട് അടിച്ച് മെസ്സേജ് ഇങ്ങോട്ട് അയച്ച് ഇതന്നെ പണി. മനസ്സിലായി? അത്യാവശ്യ സമയത്ത് മാത്രം ഓണാക്കി വന്ന പാടെ വരെയൊക്കെ ഫോൺ വാങ്ങിയൊക്കെ വേണ്ട. എന്നാൽ കുറെ ആളുകൾ ഇബാദത്ത് മുടങ്ങൂല. അത്ര ഫിത്നയായി മാറി ഈ ഫോണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമ്മളിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും തിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.